നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയംകാരുടെ വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു KSRTCയുടെ പാർക്കിംഗ്. ഇത് കാരണം പല അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇന്ന് രാവിലെ സമാനമായ അപകടമാണ് ഇവിടെ ഉണ്ടായത്. KSRTC ബസ് പോസ്റ്റേലിടിച്ച് റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് കണ്ടു നിന്ന ഓട്ടോക്കാരോട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഇപ്പൊ ഇവിടെ സാധാരണ പാർക്ക് ചെയ്യാറുള്ള വണ്ടി സാധാരണയായിട്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യുന്നത്, ഒരു വണ്ടി കഴിക്കാനുള്ള ഗ്യാപ്പിന്. അപ്പം ഫുഡ് കഴിക്കാനുള്ള, അതായത് ലോങ് സർവീസ് പോകുന്ന വണ്ടിയിൽ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഓടി വന്ന ടൈമിൽ എനിക്ക് ഒന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു. നേരെ പുള്ളി ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ നേരെ വണ്ടി ബാക്കിലോട്ട് വന്ന് ഇരിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഇന്നലെ തന്നെ എയർ നഷ്ടപ്പെട്ടൊരു വണ്ടി നേരെ പോയിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഒരു അമ്മേനെ എടുത്തിട്ട് ഓടുമായിരുന്നു. ഒരു 4 മാസം മുമ്പ് ഒരാൾ ഇവിടെ ഈ സെയിം സ്പോട്ടിൽ തന്നെ വണ്ടി കയറി തല പൊട്ടി മരിച്ചു. അതും ഇതുപോലെ തന്നെ ഉണ്ടായി. ഈ ഒരു ഏരിയയിൽ വണ്ടി ഇടുന്നത് ഭയങ്കരമായ ഒരു റിസ്ക്കുള്ള ഒരു സംഭവം. നമുക്കും ഇവിടെ നിൽക്കുന്നവർക്കും യാത്രക്കാർക്കും എല്ലാവർക്കും പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ ഈ ഒരു സംഭവം ഒരു 1.5 മണിക്കൂർ മുമ്പ്, ഒരു 10 മണി 9:15 ഇടിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? ഇത് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറയുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം വണ്ടി നമ്മൾ ഒന്നിനെ ഇവിടുന്ന് മാറ്റിയിടണം, അല്ലെങ്കിൽ അവരവരുടെ സ്ഥലമാണ്, ആ രീതിയിലുള്ള പ്രശ്നമാണെന്നാണ്. അത് അവരുടെ സ്ഥലം, അവരുടെ കോമ്പൗണ്ടിനകത്തുള്ളതാണ്. ഇപ്പൊ നിരന്തരമായിട്ടൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് ഇതിപ്പോ എത്ര പ്രാവശ്യം ഇന്നലെ ഓർണം. ഇപ്പൊ ഇന്ന് സംഭവിച്ചു. ഇന്നലെ ഞാൻ എയർ നഷ്ടപ്പെട്ടു പോയത് വണ്ടിയുടെ, അതായത് വണ്ടിയുടെ മെക്കാനിക്കൽ കംപ്ലൈന്റ്. അത് വണ്ടി നല്ല രീതിയിൽ നോക്കാതെ ഉണ്ടാകുന്ന ഒരു മെക്കാനിക്കലിൽ വന്ന ഇഷ്യൂ. അത് നമ്മളിവിടെ കണ്ടോണ്ടിരുന്ന അതുപോലെ തന്നെ. പിന്നെ ഈ ഇതിനായിട്ട് വന്നിരിക്കുമ്പോൾ ആ പോസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ വണ്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കി. അത്രയും വലിയൊരു വണ്ടി ഒന്ന്, നമ്മളിത് വല്ലതും കരുതിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു വണ്ടി വന്ന്, അത്രയും വലിയ വണ്ടി വന്ന് ആൾക്കാരായിട്ട് വന്ന് ഈ ഓട്ടോയ്ക്കിട്ട് വന്ന് ഇടിച്ചാലുണ്ടാകുന്ന അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി. ഇപ്പോൾ ഓട്ടോ ഇതെല്ലാം പോട്ടെ, വഴി കൂടെ എത്ര വണ്ടിയാണ് ഇതിന് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമ നടപടികൾ എന്തായാലും അവർ സ്വീകരിക്കുന്നവരും പറയുന്നുണ്ട്. ഞങ്ങളിവിടെ വെയിൽ വെള്ളമായിരിക്കും അവിടെ ഒരു കുട വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇടിച്ച് നശിപ്പിച്ച്. അതിന്റെ അത് ഒന്നാമത്തെ രണ്ടാമത്തെ അല്ല, ഞങ്ങളൊരു 5 പ്രാവശ്യം ആ കുട ഇപ്പൊ നിലവിൽ മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു നടപടിയുടെ, ഇവർക്ക് എന്തെങ്കിലും ഒരു നടപടി ഇതിനു വേണ്ടി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്ര നാളായിട്ട്? ഈ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതല്ലാതെ KSRTCക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ വെളിക്കൂടെ പോകുന്ന ആൾക്കാർ ഇതിന് വെളിയിലത്തെ കാര്യങ്ങളെങ്കിലും അവർ നോക്കണ്ടേ? അതെ, ഇവിടെ ഈ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ അവർക്ക് ഒഴിവാക്കത്തില്ലേ? എത്ര സ്ഥലം അതിന്റെ അകത്തോട്ട് കിടക്കുമല്ലേ, പിന്നെ ഏരിയ കിടക്കുമല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഇങ്ങനെ വളഞ്ഞു കയറുന്നത്, അവർക്ക് ആദ്യമത്തെ ടേൺ പിടിക്കാനായിട്ട് വണ്ടി ഇങ്ങനെ വളഞ്ഞു കയറാൻ വേണ്ടി അവർ ഈ സൈഡ് ചേർത്തെടുക്കും. അപ്പുറത്ത് വരുന്ന വണ്ടി അറിയത്തില്ല അവർക്ക്. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നു. ഓട്ടോക്കാരുടെ കുഴപ്പമാണെന്നാണ്. നമ്മളിവിടെ കിടന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ പ്രശ്നമാണ്, കാര്യങ്ങളാണ്, നമ്മുടെ ഒച്ചമുളപ്പൊക്കമാണ്. ഇതിപ്പം ആ കുട 1100 രൂപ വിലയുള്ള കുടയാണ്. ഞങ്ങളിത് പിരിവിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഈ വെയിൽ അറിയാലോ, ഇപ്പോഴത്തെ ചൂടും വെയിലും അറിയാലോ. ഈ ചൂടും വെയിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു തലമരം പോലും ഇല്ല. നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അതിന്റെ അതുപോലെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി. നമ്മളിത് ആരോടെ പോയി പറയണ്ടേ? പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. പ്രശ്നം തന്നെയാ, ഭയങ്കര ഒരു പ്രശ്നം തന്നെയാ. അപകടങ്ങൾ ഉണ്ടാവാൻ പറഞ്ഞില്ല. ഇന്ന് രാവിലെ ഉണ്ടായത്. ഇന്നലെ ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് സെയിം സംഭവം. ആ ഡ്രൈവർക്ക് ഒരു ചെറിയൊരു മനധൈര്യം ഉള്ള കാരണം പുള്ളി അത് വളച്ച് മാറ്റിയത് വണ്ടി. അല്ല, നേരെ റോഡിൽ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ആ കാണുന്ന ഗേറ്റ് കണ്ടോ, അത് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വണ്ടി ഇടിച്ചേർപ്പിച്ചത്. ഡെയിലി ഒരു മാസത്തിൽ ഒരു 3 വണ്ടിയിൽ ഇതുപോലെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. അത് അറിയത്തില്ല, അവര് പുറകെ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ഈ വണ്ടി ഇറങ്ങി പോകുന്നത് സംഭവിക്കുന്നത്. ആ പ്ലസ് ക്ലബിന്റെ ഗേറ്റ്, അവിടെ 2 ഗേറ്റ് ഉള്ളു. അതിലൊരു ഗേറ്റ് ഇതുപോലെ തന്നെ വണ്ടി നേരെ ബാക്കിലോട്ട് പോയി. ഇതിന് വേറെ റോഡിൽ കൂടെ വേറെ വണ്ടിയൊന്നും വരാത്ത കാരണം നേരെ അങ്ങ് ഇറങ്ങിപ്പോയി. ഈ വണ്ടി ഇന്നലെ എങ്ങനെ ലെഫ്റ്റ് തിരിച്ച് പുള്ളി എടുത്തു. ഇവിടുത്തെ ഡ്രൈവർ അവർ അമ്മേനായിട്ട് ഓടിയത് പുറകെ നിന്നേ. അണ്ട് അവരുടെ ചെരുപ്പ് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം. ഇന്ന് ആലോചിച്ച് നോക്കി, ഇത്ര അടിക്കടി പ്രശ്നം ഉണ്ടാകും. അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുന്നില്ല. നമ്മളിത് മേളിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക അല്ലെ പറയാന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇവര് ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് ഇതിന് നടപടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വണ്ടി ഇവിടെ ഇടുന്നത് ഇത് കണ്ടില്ല. അകത്തോട്ട് നിങ്ങൾ അതിന്റെ അകത്ത് കയറി വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അകത്ത് അത്ര ഇട കിടക്കുക. എന്നിട്ട് ഈ വണ്ടി ഇറങ്ങിപ്പോ ഇവിടെ ഈ ബുദ്ധിമുട്ട് ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ബ്ലോക്കാണെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു പാർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഇവിടുന്ന് അവർക്ക് സ്റ്റോപ്പില്ലാതെ ഇവിടെ വന്ന് ഇത് എടുക്കും. സ്റ്റോപ്പിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് നമുക്ക്. തട്ടുകടയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് പിന്നെ 8 മണി കഴിഞ്ഞിട്ട്, ട്രാഫിക് ടൈം കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആകുന്നത് തട്ടുകടക്കാര്. ആ ഒരു ഇതുണ്ട്. പക്ഷെ ഒരു 7 മണിയുള്ള സമയം തിയേറ്ററിലോട്ടുള്ള ഇതെല്ലാം ഒരു ഭയങ്കരമായ ഒരു ബ്ലോക്ക് കണ്ടോ കാണിക്കുന്നുണ്ടോ? ഇത് കണ്ടോ?
ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ ആ ഗ്യാപ്പ് ആ വണ്ടി അന്നേരം വരുമ്പോ അത്ര ബ്ലോക്കും ആ ഉണ്ടാവും. ആ, ആ. കണ്ടോ ഇതുപോലെ വരുന്ന ഈ സെയിം സിസ്റ്റം, ഈ സെയിം ആണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ടോ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് കാര്യം. ഇതിവിടെ കല്ലുകട്ടൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എടുത്ത് എന്നിട്ട് വണ്ടി ബാക്കിലോട്ട് വരുവാണെങ്കിൽ എടുത്ത് ഇടാനായിട്ടാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ ലോങ് പോയിട്ട് വണ്ടി ഇടുന്നുണ്ടോ, പാർക്ക് ചെയ്യുന്നുണ്ടോ? ഇത്രയും ദൂരത്ത് നിന്ന് ഓടി വരുന്ന വണ്ടിയാ. അതിന്റെ ബ്രേക്കിന് എന്തെങ്കിലും പ്രോബ്ലം പ്രശ്നങ്ങളൊക്കെ കാണും. എല്ലാം ലോങ് സർവീസ് വരുന്ന വണ്ടികളാണ് കൂടുതൽ ഇവിടെ പാർക്ക് ചെയ്യാറ്. നാസ തന്നെയല്ലേ ഈ കണ്ടോ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഇവരുടെയൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്തെടുക്കട്ടെ. കണ്ടോ ഈ ഇതിലേ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ വണ്ടി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പെട്ടുപോകത്തില്ലേ? ഒന്നും ചെയ്യാൻ പറ്റാത്ത പോരെ. ഇനിയും ഇവിടെ ജീവനുകൾ പൊലിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് കണ്ണു തുറക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.